ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാർ ഡ്രൈവിംഗിലെ ആദ്യത്തെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് വളരെ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. സെക്കൻഡ് ഡേയിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങൾ സെക്കൻഡ് ഡേ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. കാരണം സെക്കൻഡ് ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. വണ്ടി ഓടിച്ച് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് ഡ്രൈവിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന അറിവുകൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ അതിനൊക്കെ മറുപടി നൽകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാർ ഡ്രൈവിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ ആണ് സെക്കൻഡ് ഡേ. കാരണം നമ്മൾ സെക്കൻഡ് ഡേ ഒക്കെ തൊട്ട് വണ്ടി അത്യാവശ്യം ഓടിച്ചു തുടങ്ങാനായിട്ട് പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടതും നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന്, അതായത് വളരെ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതിനുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും ഒക്കെ പറയാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ഡേയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോളും ഒപ്പം നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങുമാണ്. നമുക്ക് അത്യാവശ്യം നിങ്ങൾ സെക്കൻഡ് ഡേയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ഗിയറുകളൊക്കെ നമുക്ക് സെക്കൻഡ് ഡേയിൽ ഓടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. സാധാരണ എല്ലാവരും തന്നെ ചെയ്യുന്നത് ഈ 3 ഗിയറാണ്. ചിലപ്പോൾ നമുക്ക് 4th ഗിയർ ഒക്കെ ഇടാനായിട്ട് അല്ലെങ്കിൽ ഗിയർ അപ്പും ഡൗൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ഗിയറുകൾ ഇട്ട് ഓടിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിൻ്റെ യൂസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ യൂസും മനസ്സിലാക്കണം. ഒപ്പം നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ ആദ്യം തന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സീറ്റ് ബെൽറ്റ് പ്രോപ്പറായിട്ട് ഇടാനായിട്ട് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി വണ്ടി നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. വണ്ടിയിൽ കയറിയിരിക്കുക. ആദ്യം നിങ്ങൾ കാലെടുത്ത് ബ്രേക്ക് പെഡലേ വെക്കുക. അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. തുടക്കക്കാർക്കൊരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഹാഫ് ക്ലച്ചിലേക്കൊക്കെ വെക്കും, അതായത് ഫുള്ള് ചവിട്ടാതെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി മുന്നോട്ട് ചാടും. അപ്പോൾ എന്ത് ചെയ്യണം? ഫുൾ ക്ലച്ചിലേക്ക് വെക്കുന്നു. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആക്കുന്നു. ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ താക്കോല് നമ്മൾ ഇടുന്നു, കയറ്റിയിടുന്നു, ഒന്ന് തിരിക്കുന്നു, രണ്ടാമതൊന്ന് വരുമ്പോഴത്തേൽ വണ്ടിയുടെ മീറ്റർ കൺസോളിലെ ലൈറ്റൊക്കെ തെളിയും. മൂന്നാമത്തെ ഒറ്റ തിരിവ് തിരിച്ചാൽ മതി, വണ്ടി സ്റ്റാർട്ടാവും. ഇതേ ഒറ്റ തിരിവ് തിരിച്ചു, വണ്ടി സ്റ്റാർട്ടായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ മേളിലേക്ക് എടുത്ത് കിടന്നാൽ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ബാക്കിലെ 2 വീലും ലോക്കായിട്ട് കിടക്കുകയാണ്. അതായത് വണ്ടിയുടെ ബാക്കിലെ 2 വീലും ചലിക്കത്തില്ല. അതാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ യൂസ് വരുന്നത്. ഫ്രണ്ടിലെ ടയറുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഹാൻഡ് ബ്രേക്കിനില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് മേളിലേക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബട്ടൺ ഓഫ് ആകും. അതിനുശേഷം മെല്ലെ ഇങ്ങനെ താഴോട്ട് താഴ്ത്തുക. അപ്പം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു, അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇനി വണ്ടി എടുക്കുമ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് കിടക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെ അറിയണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നോക്കിയിട്ടേ വണ്ടി എടുക്കാവുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കാതെ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വണ്ടി എടുക്കുക. ഒരു നിരപ്പ് റോഡിലായിരിക്കുമല്ലോ നമ്മൾ വണ്ടി എടുക്കുന്നത്. കയറ്റം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കുക. ഇത് ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് പതിയെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുമ്പോൾ നമ്മളിതേ പതിയെ വണ്ടിയെ ഇങ്ങനെ മൂവ് ആക്കുന്നു. മൂവ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ലൈറ്റായിട്ട് ഇവിടെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വണ്ടി എടുക്കാം. ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നു. ഓക്കെ, നമ്മളിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ എടുത്തു. ഇനി നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തേക്കുക. ഓക്കെ, അതുകൂടെ നിങ്ങൾ ഓർക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുത്തു. ഇനി നിങ്ങൾ സെക്കൻഡ് ഡേയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുത്തതിന് ശേഷം സെക്കൻഡ് ഡേ ഓടിക്കുന്ന ടൈമിൽ പ്രധാനമായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോളും
ഒപ്പം തന്നെ നിങ്ങൾ ഗിയർ ഷിഫ്റ്റിങ്ങും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകി ഓടിക്കുക. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓരോ ഗിയറും ഇടുക. ഒരു വളവിലോ തിരിവിലോ ജംഗ്ഷനിലോ ഒന്നും ഇടാതെ വണ്ടി എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആകുന്ന സാഹചര്യങ്ങളിൽ ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ പ്രധാനമായിട്ട് ലഭിക്കേണ്ടതാണ് 2ാം ദിവസമാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ 3ാം ദിവസമാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ ഇതുപോലെ കൃത്യമായിട്ടും ഒരു വളവിലും തിരിവിലും അല്ലാതെ ഒരു സ്ട്രെയിറ്റ് റോഡിൽ അടുത്ത ഗിയർ ഇടുക. ഇപ്പം നിങ്ങളെ ഞാൻ അത് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ശ്രദ്ധിച്ച് നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ച് വരികയാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഒരു വളവൊക്കെ കാണുമ്പോൾ ഒരുപാടൊന്നും തിരിക്കേണ്ടത്, ചെറുതായിട്ട് തിരിച്ചാൽ മതി. കണ്ടില്ലേ, ഇപ്പം ഞാൻ ഇടത്തോട്ടൊന്ന് തിരിച്ചു, അതിനുശേഷം സ്റ്റിയറിംഗ് ഇങ്ങനെ നേരേക്ക്. ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ആദ്യം മൂവ് ആക്കുക. മൂവ് ആകുന്ന സമയത്ത് വണ്ടി റണ്ണിങ് ആണ്. നിങ്ങൾ നോക്കി, ഇപ്പോൾ വണ്ടി റണ്ണിങ് ആണല്ലോ. ആ ഒരു സമയത്ത് മെല്ലെ ക്ലച്ച് ഔട്ടിയിട്ട് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു കാരണവശാലും ഗിയർ ലിവറിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇടല്ലേ. ഇങ്ങനെ ഇടുന്ന സമയത്ത് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ വണ്ടി ഈ ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ സെൻറ്ററിലേക്കോ ഒക്കെ പോകും, സൈഡിലുള്ള ഒബ്ജക്റ്റ് തട്ടും. അപ്പോൾ ഈ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുക്കുന്നു, അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വണ്ടിക്ക് മൂവ് ആക്കുക, റോഡിലേക്ക് തന്നെ നമ്മൾ നോട്ടം വരിക, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതേ ഗിയർ അങ്ങ് താഴോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഇതേ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അടുത്തൊരു ഗിയർ ഇടണം. അടുത്തൊരു ഗിയർ എന്ന് പറയുന്നത് 3rd ഗിയർ ആണ്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു 3rd ഗിയർ നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പരമാവധി ഒരു സ്ട്രെയിറ്റ് റോഡിൽ അല്ലെങ്കിൽ 3rd ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഇറക്കത്താണെങ്കിൽ നമുക്കിത് ഇവിടെ നമുക്ക് മെല്ലെ വണ്ടിക്ക് മൂവ്മെൻ്റ് ഒന്നും നൽകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് 3rd ഗിയർ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ വണ്ടി 3rd ഗിയറിൽ പോയിക്കോളും. എന്നാലും നമ്മളൊരു സെക്കൻഡ് ഗിയറിൽ വരുന്നു. ഇപ്പം നിങ്ങളെ അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നമ്മളിങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഒരു നിരപ്പ് റോഡ് വരുന്നു, മുന്നിലൊരു വളവാണ്. ഇവിടെ നമുക്ക് 3rd ഇടാനായിട്ട് തുടക്കക്കാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ വരുന്നു, അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആയതിനു ശേഷം, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ റോഡ് സ്ട്രെയിറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ തുടക്കത്തിൽ 3rd ഇടുക. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും കിട്ടും. ഇപ്പം നിങ്ങൾ നോക്കിയേ, റോഡ് സ്ട്രെയിറ്റ് ആയി. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നൽകുന്നു, ആക്സിലേഷൻ കുറയ്ക്കുന്നു, നമ്മുടെ നോട്ടം കൃത്യമായിട്ട് റോഡിലേക്ക് തന്നെ വരിക. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിച്ച്. ഇപ്പം നിങ്ങൾ നോക്കുക, വണ്ടി റോഡ് സ്ട്രെയിറ്റ് പോവാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാതെ ഇങ്ങോട്ട് നോക്കിയാൽ പോലും വണ്ടി ആ ഒരു സൈഡിലേക്കും പോകത്തില്ല. നമുക്ക് പ്രോപ്പറായിട്ട് അടുത്തൊരു ഗിയർ ഇടാനായിട്ട് കഴിയും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഈ 3rd ഗിയർ ഇടുക. ഓക്കെ, നിങ്ങൾക്കപ്പോൾ അത്ര ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു 3rd ഗിയർ വരെ ഇട്ട് ഓടിച്ചു. ഇനി 3rd നിന്ന് സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കും വരാനായിട്ട് നമ്മൾ പഠിക്കണം. അതായത് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പം സെക്കൻഡ് ഡേ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, 3rd നിന്ന് നമ്മൾ സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കും എന്തിനാണ് വരുന്നത്, ഏത് റോഡിലാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് 3rd കൊടുക്കുന്നത്, ഒരു വണ്ടി നമ്മൾ എടുത്തതിന് ശേഷം ഒരു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ആവറേജ് നല്ലൊരു വെയിറ്റ് ഉള്ളത് കൊണ്ട് വണ്ടിയെ നമുക്ക് മൂവ് ആക്കാനായിട്ട് ഏറ്റവും പവർ കൂടിയ ഒരു ഗിയറാണ്, അല്ലെങ്കിൽ ടോർക്ക് കൂടിയ ഒരു ഗിയറാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എടുക്കുന്നു, മുന്നോട്ട് പോകുന്ന സമയത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകിയിട്ട് നമുക്ക് സെക്കൻഡിലേക്ക് ഇടാം. വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് 3rd ഗിയറിലേക്ക് ഇടാം. ഇനി അങ്ങനെ പോകുന്ന സമയത്താണ് മുന്നിൽ ഒരു ചെറിയൊരു കയറ്റം വരുന്നു, 3rd പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കയറ്റം വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ വണ്ടിയുടെ മൂവ്മെൻറ്റ് നിൽക്കുന്നതിന് മുന്നമേ തന്നെ 3rd നിന്ന് നമ്മൾ സെക്കൻഡിലേക്ക് ഇടണം. ഓക്കെ, അഡ്വാൻസ് ചെയ്യണം. ഇനി സെക്കൻഡിലും പോകുന്നില്ല, നല്ലൊരു കുത്തനെയുള്ള കയറ്റമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. അങ്ങനെയാണ് ഗിയർ ഡൗൺ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ സെക്കൻഡ് ഡേ ഓടിക്കുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ഓർക്കുക. അത് നിങ്ങൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിവിടെ ഇങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്, നിരപ്പ് റോഡാണ്. ക്ലച്ച് നമ്മൾ മെല്ലെ അയക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ വണ്ടി മൂവ് ആകുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നു. ഹാഫ് ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോ കാണുക. ഓക്കെ, ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടി മൂവ് ആകുന്ന ആ ഒരു കറക്റ്റായിട്ട് വരുന്ന ഒരു പോയിന്റാണ്. ഇത് ഞാൻ ക്ലച്ചിൽ നിന്ന് അയച്ച് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ നിന്ന് അയച്ച് വരുമ്പോൾ ഇത് വണ്ടി പതിയെ മൂവ് ആകുന്ന പോയിന്റ് വരുന്നു. ഈ പോയിന്റ് വരുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഇതേ ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു, അതിനുശേഷം നമ്മൾ ചെയ്യുന്നു, വീണ്ടും നമ്മളിതേ ആക്സിലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആണ്, ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ്, ആക്സിലറേഷൻ കൊടുത്ത്
തേടിയിടുന്നു. ഇങ്ങനെ വരുന്നു. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ മുന്നിലായിട്ടൊരു കയറ്റം വരികയാണ്. അഡ്വാൻസ് ആയിട്ട് ഞാനിതേ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്നു. നിങ്ങൾ നോക്കുക, സെക്കൻഡിലേക്ക് ഇട്ടു. ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ സെക്കൻഡിൽ ഈ കയറ്റം കയറി പോവുകയാണ്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ്. ഇങ്ങനെ കയറി പോകുമ്പോൾ ഇവിടെ നല്ലൊരു കയറ്റം വന്നു. ഇവിടെ കയറുന്നില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? റോഡ് സ്ട്രൈറ്റ് ആണ്, നമ്മൾ പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് ഫസ്റ്റ് കൊടുക്കുക. അഡ്വാൻസ് ആയിട്ട് ഫസ്റ്റ് കൊടുത്താലുള്ള ഗുണം നിങ്ങളെ കാണിച്ചാൽ, ഇപ്പോൾ സെക്കൻഡ് ഇങ്ങനെ വരുവാണ്, ഞാൻ സെക്കൻഡിലേക്ക് ഇട്ടു. വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഉരുളുന്ന സമയത്ത് മെല്ലെ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ അയച്ച് ആക്സിലറേഷൻ കൊടുക്കാൻ ടൈം കിട്ടും. അതായത് അഡ്വാൻസ് കൊടുക്കുന്ന ടൈമിൽ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ക്ലച്ച് ഒട്ടിയിട്ട് ഫസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു സമയം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഗിയർ അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെക്കൻഡ് ഡേയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡിക്കേറ്ററിൻ്റെ ഉപയോഗവും ഒപ്പം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഫ്രണ്ട് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വണ്ടിയുടെ ബാക്ക് സൈഡ് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ബാക്ക് സൈഡിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റൈറ്റ് സൈഡിലെ മിററിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബാക്ക് സൈഡിലെ വണ്ടി വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓടിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഒരു നോട്ടം അങ്ങോട്ട് മാറിയാൽ മതി. ജസ്റ്റ് ഒന്ന് നോക്കുക, നോക്കിയാൽ ഉടൻ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുക. അതായത് റൈറ്റ് സൈഡിലെ മിറർ ജസ്റ്റ് നോക്കുന്നു, ഫ്രണ്ടിലേക്ക് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ അറിയാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ബാക്ക് സൈഡിൽ നിന്ന് ഇത്തരത്തിൽ വണ്ടി വരുന്ന ടൈമിൽ പരമാവധി നമ്മുടെ വണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ കയറിപ്പൊക്കോളും. ഒരുപാട് അവർ ഹോൺ അടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല. അപ്പം ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് സ്പീഡ് കുറച്ച് തുടക്കത്തിൽ നിങ്ങൾ ഓടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ജസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ യൂസും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയപ്പോൾ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. നമ്മളിങ്ങനെ പോകുന്നു. ഇനി നമുക്കിവിടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഒതുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് തിരിയേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആ തിരിയുന്ന റോഡിന് മുന്നമേ, അതായത് നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിന് മുന്നമേ കുറച്ച് നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ട് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇപ്പം നമ്മളിങ്ങനെ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇപ്പം നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് തിരിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമ്മളിത് ഇവിടുന്ന് നേരത്തെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. അപ്പോൾ ഇൻഡിക്കേറ്റർ എങ്ങനെ ഇടാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈയില്ലേ, ഈ കൈ ഇങ്ങനെ സ്റ്റിയറിംഗ് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് ചേർന്നാണ്, ഇവിടെയാണ് വണ്ടിയുടെ ഇൻഡിക്കേറ്ററിൻ്റെ ലിവർ ഉള്ളത്. ഈ ലിവർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ കൈ വെച്ചിട്ട് ഒന്ന് മേളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ വീഴും. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ പാടാണെങ്കിൽ നിങ്ങൾ കൈ എടുത്തിട്ട് ഇവിടെ വെക്കുക, ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ വീഴും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് ഈ ലിവർ സെൻറ്ററിലേക്ക് വരും. ഇങ്ങനെ സെൻറ്ററിലേക്ക് വരും. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റിയറിംഗ് കൈ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് താഴോട്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കൈ എടുത്ത് മേളിലേക്ക് വെക്കുക, ഈ ലിവർ പിടിക്കുക, താഴോട്ട് ഇടുക, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ വീഴും. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വണ്ടി റൈറ്റ് സൈഡ് ടേൺ എടുത്ത് കഴിയുമ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. ഓഫ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഇത് മേളിലേക്ക് ഇടുക. അപ്പം ഈ ലിവറിൻ്റെ സെൻറ്റർ പോയിന്റ് ന്യൂട്രലാണ്, അതായത് ആ ഒരു ഭാഗത്ത് ഓഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ട് മേളിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററും തൊട്ട് താഴെ ന്യൂട്രലും, അതിൻ്റെ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററും വീഴുന്നു. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ഇത്രയധികം ഓർത്താൽ മതി. ഇനി ഇൻഡിക്കേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ വീണു, ഇനി ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് വേണം. അത് പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ നമ്മൾ ലോങ് ആയിട്ട് പാർക്ക് ചെയ്തിടേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു ഹസാർഡ് വാർണിംഗ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറിൽ ഇവിടെ ഒരു ത്രികോണാകൃതിയിൽ ഈ സ്വിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോർവേഡ് സ്വിച്ച് വരും. ഇപ്പോൾ രണ്ട് സൈഡിലുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. അത് ഫ്രണ്ടിലെ ലൈറ്റ് തെളിയും, ബാക്ക് സൈഡിലെ ലൈറ്റ് തെളിയും. ഇത് സാധാരണ നമ്മളൊരു വണ്ടി സൈഡിലൊക്കെ ഒതുക്കി പാർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മളിത് പ്രധാനമായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറുള്ളത്. ഇനി പല ആൾക്കാർക്കൊരു ചിന്തയുണ്ട്, നമ്മളൊരു റോഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ജംഗ്ഷനിൽ നിന്ന് നേരെ മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഫോർവേഡ് സ്വിച്ച് ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു ചിന്തയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഈ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് സ്വിച്ച് നമ്മൾ ഒരിടത്ത് പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മളിത് പ്രധാനമായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഡേയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്നതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലായി. നമ്മളിങ്ങനെ വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്തതിന് ശേഷം നമുക്കിനി വണ്ടി ഡ്രൈവിംഗ് എല്ലാം
കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരിടത്ത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാനിങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരികയാണ്. നമുക്കിവിടെ മുന്നിലോട്ട് പോയിട്ട് നമുക്ക് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് നിർത്തണം. നിർത്തേണ്ട സമയത്ത് നിങ്ങൾ സെക്കൻഡ് ഡേയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം ഇവിടെ നമുക്ക് വണ്ടി നിർത്തണം. ഫസ്റ്റ് ഞാൻ ബ്രേക്കേ വരുന്നു, അതിനുശേഷം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഇടുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വന്ന്, അതിനുശേഷം ഇതേ ഇങ്ങനെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തുക. നിർത്തിയതിന് ശേഷം നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വന്നത്, നിർത്തിയത്. ഇനി നമ്മൾ തേർഡിലാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം നമ്മൾ സെക്കൻഡും കൂടെ കൊടുത്ത് വേണം വണ്ടി സൈഡിലേക്ക് ഒതുക്കാനായിട്ട്. ഇനി സൈഡിൽ ഒതുക്കി നമ്മളിതേ ബ്രേക്കേ വന്നു, ക്ലച്ച് ഫുള്ള് ചവിട്ടി വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്നു. അതിനുശേഷം കൃത്യമായിട്ട് നമ്മൾ ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഒപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുമ്പോൾ ഈ ബട്ടണിൽ ഞെക്കിയിട്ട് ഇങ്ങനെയല്ല ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നത്. എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ ജസ്റ്റ് പിടിക്കുക. ദേ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കും, കണ്ടോ? ഇങ്ങനെ പതിയെ വലിച്ചിടുക. അപ്പോൾ നമുക്ക് ആവറേജ് വണ്ടി ഹാൻഡ് ബ്രേക്കിലേക്ക് വീണു. അതിനുശേഷം മാത്രമേ വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുക്കരുത്, വണ്ടി ഓഫ് ആകും. കാരണം വണ്ടി ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലാണ്. അതിനുശേഷം നമ്മൾ കീ ജസ്റ്റ് തിരിച്ച് വണ്ടി ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വേണം നിങ്ങളത്, ആദ്യം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുക, അതിനുശേഷം നിങ്ങൾ വേണം ബ്രേക്കിൽ നിന്ന് കാലയക്കാനായിട്ട്. ഇങ്ങനെ വേണം നമ്മളൊരു വണ്ടി സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്യാനായിട്ട്. കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സെക്കൻഡ് ഡേ എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം, അതെങ്ങനെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മളുടെ ചാനൽ കൂടുതൽ നല്ല രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾ ഏത് തരത്തിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശങ്ങളും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.